ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ നല്ല വെതറാട്ടോ, +1 നല്ല ക്ലൈമറ്റാണ്. പക്ഷെ എന്താ കാറ്റുണ്ട് കേട്ടോ, കാറ്റ് നല്ലോണം ഉണ്ട്. പക്ഷെ എന്നാലും തണുപ്പൊക്കെ കുറവാണെങ്കിലും ജാക്കറ്റൊക്കെ ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ റോഡൊക്കെ വളരെ സ്ലിപ്പറി ആട്ടോ, നമ്മൾ നടക്കുമ്പോഴൊക്കെ നല്ലോണം സൂക്ഷിക്കണം. നല്ല സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാട്ടോ. പിന്നെ ഇനിയിപ്പോൾ മഞ്ഞൊക്കെ ഉരുകി വരുമ്പോൾ കുറച്ച് ചളിയൊക്കെ ആയി തുടങ്ങും. അപ്പം അപ്പോഴും സൂക്ഷിക്കണം നടക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മീനിനെ നമ്മളെ നാട്ടിൽ കോഴിക്കോട്ടിൽ ചൂടാന്നാണ് പറയുക. ചില സ്ഥലത്തൊക്കെ ഇതിന് പൊടിമീൻ എന്ന് പറയും തോന്നുന്നു. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ചൂടക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടുന്നത് ഫ്രോസൺ ആണ്. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു അര സവാളയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ. ചെറിയ ഉള്ളിയിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല വ്യത്യാസം അറിയാൻ പറ്റും, നല്ല ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇത് ഞാനിവിടെ പേസ്റ്റാക്കി വെക്കുന്നതാണ് കേട്ടോ, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിൽ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും പിന്നെ അതേപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട്, കുറേ ഉപ്പല്ല കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഓരോ സ്പൂണായിട്ട് യൂസ് ചെയ്യാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പണി തീരാൻ വളരെ എളുപ്പമാണ്. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തുറന്നു നോക്കിയപ്പം സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കണം. കാരണം ഇതിൽ ഞങ്ങൾ പുളി ചേർക്കുന്നില്ല, ഈ ഒരു മീൻ കറിയിൽ പുളി ചേർക്കുന്നില്ല. അപ്പോൾ നല്ല വലിയ തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി നമ്മൾ സമ്മറിൽ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ തക്കാളി കേട്ടോ. സമ്മറിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് നമ്മൾ ഒരു ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ, വിൻ്ററിലേക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ പോസ്റ്റ് ബോക്സിൽ കുറച്ച് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യം തേങ്ങയാണ്. അപ്പോൾ തേങ്ങ അരക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങളടുത്ത് ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ. ഒരു അരമുറി തേങ്ങ ഞാൻ ഏകദേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരയണം കേട്ടോ. ഇവിടെ ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം വാടിക്കഴിഞ്ഞു. സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും എല്ലാം ചേർത്ത് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചേർത്തതിൽ തന്നെ കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ എടുക്ക് നോക്കണം, ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. ഇപ്പം നമ്മളെ മീനൊക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് മീനിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് വെച്ചപ്പോഴേക്കും നമ്മളെ മീനൊക്കെ കുക്കായി കഴിഞ്ഞ് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇത് വെന്ത് കിട്ടും. ഇവിടെ നമ്മൾ കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ചോറിന് കൂട്ടാൻ വേണ്ടിയുള്ള സൂപ്പർ കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ എരിവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സൂപ്പർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത്. വീണ്ടും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.